സ്ത്രീകൾ ഒരുമിച്ച് പോകത്തില്ല, സ്ത്രീകളായതുകൊണ്ടാണ് ഇത് ഇത്രയും വഷളായത്. ഒരു സംഘടന എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം എന്ന് യാതൊരു പിടിപാടുമില്ലാത്ത ആൾക്കാരാണ് ഇവർ. അടുത്ത ജനറൽ ബോഡിക്ക് എന്ത് സാരി ഉടുക്കണം എന്നതാണ് അവരുടെ പ്ലാനിങ്. കുക്കു പരമേശ്വരൻ ആ ഓഡിയോ ഞാൻ മാലാപാർവതിക്ക് കൊടുത്തു. സെക്രട്ടറിയെതിരെയാണ് ആദ്യം നടപടി എടുക്കേണ്ടത്. അതിജീവിതയുടെ വിഷയം വന്നപ്പോൾ അൻസിബയും കൂടി ഉൾപ്പെടുന്ന ഒരാളും അവൾക്ക് വേണ്ടി മുൻപോട്ട് വന്നില്ലല്ലോ. കേവലം ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ വാക്കുകൾക്ക് നമ്മൾ ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം എന്താ? സ്വന്തമായി ഡബ്ബിംഗ് പണ്ണു ரொம்ப ആശയെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. ഈ ഡയറക്ടറും പറയണ്ട, പ്രൊഡ്യൂസറും പറയണ്ട, എനിക്ക് പറയാം. ഇപ്പം വന്നിരിക്കുന്ന സ്ത്രീകൾ വിചാരിച്ചു ഇത് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകാമെന്ന്. അവിടെ ഇരിക്കുന്നവർ ഒരിക്കലും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. കുറച്ച് നാക്ക് നീളം കൂടുതലാട്ടോ, അതിനെ അടുത്ത പടത്തിന് വിളിക്കണ്ട. അതിനുള്ളിൽ നടക്കുന്ന വിഷയം ഒരു യൂട്യൂബർ വഴി പുറത്തേക്ക് പോകുന്നു. സംഘടനയിൽ പറയേണ്ട കാര്യം സംഘടനയുടെ ഉള്ളിലാണ് പറയേണ്ടത്. തെരുവിൽ വലിച്ചിഴക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ഇവരാരും ചിന്തിച്ചില്ല. അവരുടെ നിലനിൽപ്പിനെ കുറിച്ച് മാത്രമേ ഇവർ ചിന്തിച്ചുള്ളൂ. അത് സോഷ്യൽ മീഡിയയിലോ സമൂഹ മാധ്യമത്തിലോ പോയി പറയുമ്പോൾ കേൾക്കാൻ എല്ലാവർക്കും നല്ല രസമാണ്. പക്ഷെ അതിന് സൊല്യൂഷൻ ആരാണ് കണ്ടെത്തേണ്ടത്? ഇനിയുമുണ്ട് ഇവിടെ പല കോടതികളും. അതിൻ്റെ ഏറ്റവും പരമോന്നത കോടതിയിൽ പോയിട്ട് വരുന്നത് വരെയും കുറ്റവാളിയുടെ സ്ഥാനത്ത് തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇപ്പം ഇരിക്കുന്ന പോലെ ഒരു പുതിയ രീതിയിലുള്ള ആണുങ്ങളാണെങ്കിലും ഈ പ്രശ്നങ്ങൾ തന്നെ വരും. എക്സ്പീരിയൻസ് ഇല്ലായ്മയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ ചില ദുഷ്ടശക്തികളുണ്ട്. ഇതിനെ കുളമാക്കണം, സ്ത്രീകൾക്കൊന്നും സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നിയോ പ്രൈമിന്റെ ഇന്നത്തെ അധ്യായത്തിൽ എന്നോടൊപ്പം ചേരുന്നത് പെൺ പുലിയായിട്ടുള്ള പോരാട്ട വീര്യത്തിന്റെ സ്ത്രീ രൂപമാണ്. ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ലാത്ത ഞങ്ങളുടെ സ്വന്തം ചേച്ചി ഭാഗ്യലക്ഷ്മി ചേച്ചി. ഞാൻ ചേച്ചിയാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാൻ പറഞ്ഞത് പെൺകുട്ടികളാണ്. സോ ഹാപ്പി ടു സേ എല്ലാവരും ചേച്ചി ഒരു 25 തൊട്ട് 40 വയസ്സിനുള്ളിലുള്ള എന്നെ പോലെയൊക്കെയുള്ള ഒരു ഞാൻ ഈ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോഴേ ഈ യങ് കുട്ടികൾ ഓടി വരും. അവർ ഓടി വന്ന് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഓ ഈ ചെറിയ കുട്ടികളൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ എന്ന്. ഈയിടെ ഞാനിങ്ങനെ ഞങ്ങളുടെ വില്ലയിൽ ഞാൻ ഇങ്ങനെ നടക്കുക. അപ്പോൾ അവിടെ താമസിക്കുന്ന സ്ത്രീകൾ ഇങ്ങനെ കണ്ടിച്ചിരിക്കുമ്പോൾ ഒരു 10-16 വയസ്സുള്ള കുട്ടി ഓടി വരുന്നു. മാം അല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ആ കുട്ടിയുടെ അമ്മയും അമ്മൂമ്മയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു 3 ജനറേഷനാണ് അവിടെ. ആ കുട്ടി വന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ സ്ട്രെയിറ്റ് ചോദ്യമാണ്. ഞാനൊരു സ്ത്രീയാണ്, ചേച്ചി ഒരു സ്ത്രീയാണ്. സ്ത്രീകൾ ഏറ്റവും കൂടുതലുള്ള അമ്മ അസോസിയേഷനിൽ AMMAയിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി. സാധാരണ എല്ലാവരും പറയുന്നത് സ്ത്രീകളായതുകൊണ്ടാണ്, ഇല്ലെങ്കിലേ പണ്ട് സ്ത്രീകൾ ഒരുമിച്ച് പോകത്തില്ല, സ്ത്രീകളായതുകൊണ്ടാണ് ഇത് ഇത്രയും വഷളായതെന്ന്. ചേച്ചിയുടെ സ്റ്റാൻഡ് എന്താണ്? അതിലിരിക്കുന്ന ആർക്കും ഒരു സംഘടന എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം എന്ന് യാതൊരു പിടിപാടും ഇല്ലാത്ത ആൾക്കാരാണ്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചേച്ചി ഇവർ നേതാക്കളായിട്ട് നേതൃസ്ഥാനത്തേക്ക് ഇവർ വയ്ക്കുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇത്രയും കാലം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു അമ്മ അസോസിയേഷൻ അഭിപ്രായങ്ങളില്ലാത്ത ഒരു അസോസിയേഷനാണ്. അവരുടെ അതൊരു ഗ്ലാമർ കൂട്ടായ്മയാണത്. ഈ ഗ്ലാമർ എന്ന് പറയുമ്പോൾ അവർ ഈ ജനറൽ ബോഡിയിൽ, ഞാനൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ ജനറൽ ബോഡിയിൽ പോകുമ്പോൾ ഇവർ അടുത്ത ജനറൽ ബോഡിക്ക് എന്ത് സാരി ഉടുക്കണം എന്നതാണ് അവരുടെ പ്ലാനിങ്. റെഡ് കാർപ്പറ്റൊക്കെ ആയി. റെഡ് കാർപ്പറ്റൊക്കെ ആയി. അപ്പോൾ ഈ സാരി ഉടുത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സെൽഫി എടുക്കുക, പാട്ട് പാടുക, ഭക്ഷണം കഴിക്കുക, എൻജോയ് ചെയ്യാൻ പോവുക. ഇതാണ് സംഘടന എന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. അതിൻ്റെ ഉള്ളിൽ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയ്ക്കുള്ളിൽ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാക്ക് നീളം കൂടുതലാട്ടോ, അതിനെ അടുത്ത പടത്തിന് വിളിക്കണ്ട എന്നുള്ളൊരു അഭിപ്രായം പറയുന്നത് കൊണ്ട് ഇവർ നമുക്ക് അവസരങ്ങൾ നഷ്ടമാകുമോ എന്നോർത്ത് ഇവർ മിണ്ടാതിരിക്കും. സംഘടനയ്ക്കുള്ളിൽ തന്നെ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം.
പക്ഷെ അവരത് പുറത്ത് പറയില്ല. അപ്പോൾ ഇപ്പം വന്നിരിക്കുന്ന സ്ത്രീകൾ വിചാരിച്ചു ഇത് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകാമെന്ന്. പക്ഷേ എല്ലാവർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് പറയാൻ കുറേ കൂടി നമ്മൾ പറയില്ലേ, പറയാൻ ഒരു ഫ്രീഡം കിട്ടുന്ന ഒരു കമ്മിറ്റിയാണ് പിന്നെ വന്നത്. സ്ത്രീകൾ, ആ വ്യക്തികളെയല്ല ഞാൻ പറയുന്നത്, സ്ത്രീകൾ. അപ്പോൾ ഇവരിൽ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു തുടങ്ങിയപ്പോൾ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നവർക്ക് യാതൊരു പിടിപാടും ഇല്ലാത്തത്. ഒന്ന്, ജീവിതത്തിൽ ഇന്ന് വരെ ഈ നേതൃസ്ഥാനത്തിരിക്കുന്ന ആരും സ്ത്രീകളുടെ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടില്ല, അഭിപ്രായം പറഞ്ഞിട്ടില്ല. എനിക്ക് ഏറ്റവും സങ്കടം ഇപ്പം അൻസിബ പറയുന്നൊരു ഡയലോഗുണ്ട്. അവിടെ ഇരിക്കുന്നവർ ഒരിക്കലും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നു. അൻസിബ ഉൾപ്പെടെ അതിജീവിതയുടെ വിഷയം വന്നപ്പോൾ അൻസിബയും കൂടി ഉൾപ്പെടുന്ന ഒരാളും അവൾക്ക് വേണ്ടി മുൻപോട്ട് വന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു വാക്കുകൊണ്ട് അപമാനം നേരിട്ടപ്പോഴാണ് അൻസിബയ്ക്ക് കണ്ണ് നിറയുന്നത്. തെരുവിൽ വലിച്ചിഴക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ഇവരാരും ചിന്തിച്ചില്ല. ഇവരെല്ലാവരും അപ്പോൾ അവരുടെ നിലനിൽപ്പിനെക്കുറിച്ച് മാത്രമേ ഇവർ ചിന്തിച്ചുള്ളൂ. സോ ഇപ്പം നമുക്ക് ഈ കമ്മിറ്റിയുടെ പ്രശ്നത്തിലേക്ക് വരാം. അവർക്ക് സംഘടന എങ്ങനെ കൊണ്ടുപോകണം എന്നറിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അതിനുള്ളിൽ നടക്കുന്ന വിഷയം ഒരു യൂട്യൂബർ വഴി പുറത്തേക്ക് പോകുന്നു. അതെങ്ങനെ പോകുന്നു, ആര് വഴി പോകുന്നു അന്വേഷിക്കാൻ അവർ ശ്രമിച്ചോ? ഇല്ല. അതിനുള്ളിലുള്ള എല്ലാ മെമ്പേഴ്സും പുറത്ത് വന്ന് പരസ്പരം ചെളി വാരി എറിയുമ്പോൾ ഒരു സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സംഘടനയെ ചെളി വാരി എറിയുക. സംഘടനയ്ക്ക് ചില ചിട്ടവട്ടങ്ങളുണ്ടായി, ചില നിയമങ്ങളുണ്ട്. സംഘടനയിൽ പറയേണ്ട കാര്യം സംഘടനയുടെ ഉള്ളിലാണ് പറയേണ്ടത്. അത് സോഷ്യൽ മീഡിയയിലോ സമൂഹ മാധ്യമത്തിലോ പോയി പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് പരിഹാരമൊന്നും കിട്ടില്ല. പിന്നെ അവിടെ പോയി പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മുടെ വീട്ടിലുള്ള ഒരു പ്രശ്നം നമ്മൾ പുറത്തു പോയി പറയുന്നതുകൊണ്ട് കേൾക്കാൻ എല്ലാവർക്കും നല്ല രസമാണ്. പക്ഷെ അതിന് സൊല്യൂഷൻ ആരാണ് കണ്ടെത്തേണ്ടത്? സംഘടനയ്ക്കുള്ളിലുള്ളവർ. അവരെ നിയന്ത്രിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. നിങ്ങൾക്കെതിരെ ശക്തമായ, ഇപ്പോൾ പണ്ട് ഞങ്ങളുടെ ഒരു ഡബ്ബിംഗ് അസോസിയേഷനിൽ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മറ്റൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ സോഷ്യൽ മീഡിയയിൽ കൂടി വളരെ മോശമായ ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ ആ മറ്റേ കുട്ടി പരാതിയുമായി എൻ്റെ അടുത്ത് വന്നു. ഞാൻ ആ നിമിഷം അവരെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. അത് അച്ചടക്ക ലംഘനമാണത്. അപ്പോൾ അവർ കുറച്ച് ദിവസം അവർ മിണ്ടിയില്ല. വീണ്ടും അത് അറിയാതെ അവർക്കതൊരു ത്വര ഉണ്ടാവുന്നതാണ്. അവർ വീണ്ടും അതിട്ടപ്പോൾ 1 വർഷത്തേക്ക് അവരെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഈ ഒരു കർശന നടപടി ഇവരാരും എടുക്കുന്നില്ല. എന്താണ് പിന്നെ നോക്കൂ, കുക്കു പരമേശ്വരൻ ആ ഓഡിയോ ഞാൻ മാലാപാർവതിക്ക് കൊടുത്തു. അങ്ങനെ കൊടുക്കാൻ പാടില്ല. അതാരാണ്? സെക്രട്ടറിയാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കണം. സെക്രട്ടറിയെതിരെയാണ് ആദ്യം നടപടിയെടുക്കേണ്ടത്. അവിടെ ഈ ഇലക്ഷൻ വരുന്നതിന് മുൻപ് ഒരു മെമ്മറി കാർഡിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ മെമ്മറി കാർഡിൻ്റെ ഇഷ്യൂ അന്ന് കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കിയെങ്കിലും പിന്നെ അതിനെക്കുറിച്ച് യാതൊന്നുമില്ല. അന്ന് എനിക്ക് കുക്കുവുമായിട്ട് നല്ല അടുപ്പം ഉണ്ട്. അപ്പം ഞാൻ കുക്കുവിനോട് അന്ന് പറഞ്ഞു, കുക്കു അത് ഉത്തരം പറയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മത്സരിക്കണ്ട, നിങ്ങൾ പിൻവലിക്ക്, നോമിനേഷൻ പിൻവലിക്കൂ. പക്ഷെ കാരണം ഞാൻ അവരോട് പറഞ്ഞു, ഇത് നിന്നെ വേട്ടയാടും, ഇതെല്ലാ കാലവും നിന്നോട് ചോദിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ അവർ മത്സരിച്ചു. ഇപ്പോഴും അവരോട് അത് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഇത്രയേറെ പ്രശ്നങ്ങൾ കത്തിക്കൊണ്ടിരിക്കുമ്പോഴും എന്തുകൊണ്ട് ശ്വേതമേനൻ പുറത്തു വന്ന് സംസാരിക്കുന്നുണ്ട്? കുക്കു പരമേശ്വരൻ എന്തുകൊണ്ട് പുറത്തു വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല? അതായത് എന്തായാലും ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇതിന്
എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം എല്ലാ സംഘടനകളും ഇതുപോലെ പത്രസമ്മേളനം നടത്താറുണ്ട്. അപ്പോൾ കുക്കു മിണ്ടാതിരിക്കുമ്പോൾ സംശയം കൂടുകയാണ്. എന്തോ എവിടെയോ ഒരു കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഇവർ മിണ്ടാത്തത്. ഇതിപ്പോൾ ആണുങ്ങളായിരുന്നു എങ്കിൽ ചേച്ചി ഇത്രയും ഒരു വിഷയം വഷളാകുമായിരുന്നു. അല്ല, ഇത് ഇപ്പം ഇരിക്കുന്ന പോലെ ഒരു പുതിയ രീതിയിലുള്ള ആണുങ്ങളാണെങ്കിലും ഈ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകും. കാരണം ഇതൊരു എക്സ്പീരിയൻസ് ഇല്ലായ്മയായിട്ടാണ് ഞാൻ കാണുന്നത്. എങ്ങനെയാണ് ഒരു സംഘടന നടത്തിക്കൊണ്ട് പോകേണ്ടത് എന്ന്. ഇപ്പം ജനറൽ ബോഡിയിൽ അച്ചടക്കമില്ലാതെ ഒരാൾ ഷൗട്ട് ചെയ്താൽ ഒന്നും മിണ്ടണ്ട, ഒരു നോട്ടം നോക്കിയാൽ നിൽക്കണം, അവിടെ നിൽക്കണം. ഈ സംഘടനയ്ക്കുള്ളിൽ പറഞ്ഞ് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടാതെ വരുമ്പോൾ മാത്രമേ പുറത്തേക്ക് വന്ന് പൊതുസമൂഹത്തോടോ അല്ലെങ്കിൽ നിയമപരമായിട്ടോ അത് നേരിടാൻ പാടുള്ളൂ. അപ്പം അതുകൊണ്ട് ഇനിയും ഇത് എങ്ങനെയാണ് ഇവർ നടത്തിക്കൊണ്ട് പോകേണ്ടത് എന്ന് നമ്മളെപ്പോഴും ഇപ്പം ഞാൻ എൻ്റെ സംഘടനയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഞാൻ മാറി. ഞാൻ രാജിവെച്ചു, എൻ്റെ പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ രാജിവെച്ച് ഇപ്പോൾ പുതിയ തലമുറയാണ്. പക്ഷെ അപ്പോഴും അവർ നമ്മളോട് വന്ന് ചോദിക്കും, ചേച്ചി ഇതെങ്ങനെ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടത്, അവർക്ക് എങ്ങനെയാണ് ഇത് മറുപടി കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ അവരോട് പറയും, അത് ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ പറയണം. ഇവർക്ക് അങ്ങനെ ഉപദേശിച്ചു കൊടുക്കാൻ ആരും ഇല്ല. അപ്പം ഇവരങ്ങോട്ട് പോയി ചോദിക്കണം. ഇവർക്ക് മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോയി ഒരു അപ്പോയിൻമെൻറ്റ് വേണം, പോയി ചോദിക്കുക, ഇങ്ങനെ ഞങ്ങൾക്ക് കയ്യിൽ നിൽക്കുന്നില്ല, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളെന്തെങ്കിലും കാണിക്കുന്നത് എന്തായാലും അവർ പറയില്ല. അവരതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും, നിങ്ങളിതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇവരെ നിയന്ത്രിക്കുന്നത് മുഴുവനും ഇതിൻ്റെ ഇടയിൽ ചില ദുഷ്ടശക്തികളുണ്ട്, ഇതിനെ കുളമാക്കണം, സ്ത്രീകൾക്കൊന്നും സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആ ആൾക്കാർ പറയുന്നതാണ് ഇവർ കേൾക്കുന്നത് മുഴുവനും. ഇപ്പോൾ അൻസിബ എനിക്കവിടെ ഒരു അപമാനം ഇന്ന ആൾ വഴി ഉണ്ടായി എന്ന് അൻസിബ പറയുമ്പോൾ ആ വിഷയം ഗൗരവമായിട്ട് കാണാതെ അയാൾ അങ്ങനെയല്ല എന്ന് ഒരു സ്ത്രീയാണ് പറയുന്നത്. ആ ആൾ അവരോട് എങ്ങനെയായിരിക്കും അതുപോലെ ആയിരിക്കണം എന്നില്ല. എന്നോട് ചിലപ്പോൾ മോശമായി സംസാരിച്ചിരിക്കാം. അപ്പോൾ അവർ പറയണം, അയ്യോ ഞാൻ കണ്ടില്ല, ഞാൻ കേട്ടില്ല എന്ന് പറയാമെന്നല്ലാതെ അയാൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇത് തന്നെയായിരുന്നു അതിജീവിതയുടെ വിഷയത്തിൽ ഇവർ പലപ്പോഴും പറഞ്ഞത്. ഇത്തരത്തിൽ നമ്മളുടെ കണ്ണുകളിൽ കൂടി കാണുന്നത് മാത്രമാണ് സത്യം എന്ന രീതിയിൽ അവർ അഭിപ്രായം പറയണം. അങ്ങനെയല്ല, എൻ്റെ കണ്ണുകളിൽ കൂടെ കാണുന്നതും മീരയുടെ കണ്ണുകളിൽ കൂടി കാണുന്നതും തികച്ചും വ്യത്യസ്തമായ ലോകമാണ്, അല്ലേ? എൻ്റെ ലോകമല്ല നിങ്ങളുടെ ലോകം. ഞാൻ കാണുന്ന മനുഷ്യനല്ല നിങ്ങൾ കാണുന്നത്. ഒരു മനുഷ്യന് എന്നോടൊരു മുഖവും നിങ്ങളോടൊരു മുഖവും ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാകും. നമുക്കതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല, എനിക്ക് 40 വർഷമായിട്ട് എനിക്ക് അയാളെ അറിയാം, അയാൾ ഒരിക്കലും അങ്ങനെയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതെല്ലാം വ്യത്യസ്തമാണ്. കാഴ്ചപ്പാടുകളും കാഴ്ചകളും അഭിപ്രായങ്ങളും പെരുമാറ്റങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ളിലിരിക്കുന്ന ആർക്കും എന്ത് പറയാൻ പാടില്ല ഒന്നും അറിയില്ല. യാതൊന്നും അറിയാതെ ആർക്കും ആരെയും എന്തു പറയാം. അതുകൊണ്ട് എന്തു പറ്റി, ഒരു സംഘടനയെക്കുറിച്ച് സമൂഹം പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ സ്ത്രീയായ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. എനിക്ക് ഏറ്റവും കൊണ്ടത് ചേച്ചി, ഇല്ലെങ്കിലും ഈ സ്ത്രീകളെ കൊണ്ട് ഒന്നിനും പറ്റില്ല ഇങ്ങനെ ഒരു സാധനം പറയുമ്പോൾ ഇതൊക്കെ കുറച്ചുകൂടെ മാന്യമായ വാക്കുകളാണ്. ഇതിലും മോശമായ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവർ പറയുന്നതും. ഇത് കേൾക്കുമ്പോൾ നമ്മൾ പുറത്തു നിന്ന് കേൾക്കുന്ന നമുക്കാണ് ഈ സങ്കടം. ഞാൻ എന്നിട്ട് ഇതിലുള്ള മെമ്പേഴ്സിനെയൊക്കെ ഞാൻ വിളിച്ചു, അയ്യോ നിങ്ങൾ എങ്ങനെ ഇത് കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നത്, നിങ്ങൾ ചോദിക്കൂ ഇത് എന്താണ്, നിയന്ത്രിക്കാൻ ആരുമില്ലേ, ഒരുമാതിരി കുത്തഴിഞ്ഞ പോലെ. അപ്പം ഞങ്ങളുടെ ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയിലൊക്കെ ആരെങ്കിലും അത്തരത്തിലൊരു കാര്യം പുറത്തു പോയി പറഞ്ഞാൽ വളരെ ശക്തമായ നടപടി ഉണ്ടാവും ഉള്ളിൽ. ഇപ്പം ഞാൻ അതിൽ നിന്ന് എന്നാൽ പിന്നെ നിങ്ങളെന്തിനാണ് പുറത്തു വന്നത് എന്ന് ചോദിക്കും. ഞാൻ പുറത്തു വന്നത്, ഞാൻ എടുത്ത ഒരു നിലപാടുണ്ട്. ആ നിലപാട് അതിനോടൊപ്പം, ഞാനെടുത്ത നിലപാടിനോടൊപ്പം
ആ സംഘടന നിൽക്കണം എന്ന് ഞാൻ പറയില്ല, ഇതെൻ്റെ നിലപാട്. പക്ഷേ നിയമപരമായി നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ ആ നിയമത്തിനോടൊപ്പം നമ്മൾ ഒന്നിച്ചു പോവുക എന്നുള്ളതാണ് ഞാൻ കാണുന്ന നിലപാട്. അതായത് ആ കേസ് കഴിഞ്ഞിട്ടില്ല, ആ കേസ് ഇനിയും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുമുണ്ട് ഇവിടെ പല കോടതികളും. അതിൻ്റെ ഏറ്റവും പരമോന്നത കോടതിയിൽ പോയിട്ട് വരുന്നത് വരെയും കുറ്റവാളിയുടെ സ്ഥാനത്ത് തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. ആ വിഷയം ആ ഗൗരവത്തോടു കൂടെ കാണാതെ ആ വ്യക്തിയെ ഒരു വലിയ എന്താ പറയുക, ഒരു വലിയ സ്റ്റാറായിട്ടും അയാളില്ലെങ്കിൽ നമ്മളൊന്നുമില്ല എന്നുള്ള രീതിയിൽ പോകുന്നു എന്നറിഞ്ഞപ്പോഴാണ് ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് ഞാൻ ഇറങ്ങിയത്. അതല്ലാത്ത രീതിയിൽ നോക്കുകയാണെങ്കിൽ ആ സംഘടനയ്ക്ക് സംഘടനയുടേതായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളോ അച്ചടക്കങ്ങളൊക്കെ ഉള്ള ഒരു സംഘടനയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടത്. അത് അമ്മയിൽ ഇല്ല. അതുകൊണ്ട് അമ്മ പോയി AMMA ആയി. ഇപ്പോൾ അമ്മ എന്ന് വിളിക്കാൻ നമുക്കും തോന്നുന്നില്ല. ഇത്രയും പറയുമ്പോഴും കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2-3 മാസം മുമ്പ് ചേച്ചി പറഞ്ഞൊരു ബൈറ്റ് ഭയങ്കര സെൻസേഷണൽ ആയിരുന്നു. കാരണം തുടരും എന്ന സിനിമയിൽ ചേച്ചി അത്രയും എഫേർട്ട്, എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞു. കാരണം നമ്മളൊക്കെ എപ്പോഴോ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. ഞാനൊക്കെ ടോണിൻ്റെ കാര്യത്തിലൊക്കെ ചേച്ചി എവിടെയൊക്കെയോ നമ്മളൊന്ന് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് നിർത്തപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ എനിക്കൊക്കെ എവിടെയോ അത് റീകളക്റ്റായി. അത് കഴിഞ്ഞിട്ട് ടീമിൻ്റെ ഭാഗത്ത് നിന്ന്, മൂവിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു കോളോ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടായിരുന്നോ ചേച്ചി? അവരെ സംബന്ധിച്ച് ഈ പറയുന്നത് ആരാണ്? വെറും ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. കേവലം ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ വാക്കുകൾക്ക് നമ്മൾ ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം എന്താ? മറ്റേ കുതിരോട്ടം പപ്പുവിൻ്റെ മകൻ്റെ ബിനു ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. ബിനു എന്താണ് ആ സിനിമയിൽ റോളെന്ന് തന്നെ എനിക്കറിയില്ല. കാരണം ഞാനത് ഡബ്ബ് ചെയ്യാൻ പോയപ്പോൾ ബിനുവിനെയൊന്നും ഞാനവിടെ കണ്ടില്ല. പക്ഷേ ബിനു ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. ആ ഹോസ്റ്റ് ചോദിക്കുന്നു, ഭാഗ്യലക്ഷ്മി ചേച്ചി ഇങ്ങനെ പറഞ്ഞതിന് സംവിധായകൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മറുപടി പറഞ്ഞു? ഇല്ല, അവർ പറഞ്ഞത് അതിനൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. പരമപുച്ഛമാണ്. ഒരാളും ചേച്ചി ആ മൂവി റിലേറ്റഡ് ആരും എന്നിട്ട് ഒന്ന് കൺസോൾ അറ്റ്ലീസ്റ്റ് നമ്മളെ വിളിച്ച് ചേച്ചി ഇങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ മതി. എന്നെ മാറ്റി നിർത്തിയാലൊന്നും എനിക്ക് ഒരു പരാതിയില്ല. ശോഭനയുടെ വോയിസ് സ്വന്തമായി ചെയ്യണം എന്ന ആഗ്രഹം തോന്നി. എന്താ അതിൽ തെറ്റ്? ഒരു തെറ്റുമില്ല. പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഓൾറെഡി ചെയ്തു എന്നറിയുമ്പോൾ അവർക്ക് എന്നെ വിളിച്ച്, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഞാൻ നോക്കുമ്പോൾ പിന്നെ ശോഭന എന്നെ വീഡിയോ കോൾ വിളിക്കുന്നു. അപ്പോൾ എനിക്ക് ശോഭന അങ്ങനെ ആരോടും ഫ്രണ്ട്ലി ആവാത്ത ഒരാളാണ്. അപ്പം എനിക്ക് ഇതെന്താ നീ വീഡിയോ കോൾ ചുമ്മാ ഉന്നെ കൂപ്പെണ്ണം തോണിച്ച് കൂപ്പിട്ടെ. അത്രയും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന, വീട്ടിൽ കാഷ്വലായിട്ടിരിക്കുകയായിരുന്നു. ഞാനും കാഷ്വലായിട്ടിരിക്കുകയാണ്, ശോഭനയും കാഷ്വലായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ശോഭന എന്നെ വിളിക്കുന്നത്. അതിനു മുൻപ് ഒരിക്കലും എത്രയോ സിനിമകൾക്ക് ഞാൻ ഡബ് ചെയ്തപ്പോഴും പിന്നെ എത്രയോ മനോഹരമായ കഥാപാത്രങ്ങൾ ചെയ്തപ്പോഴും ആ സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റ് ആയപ്പോഴും അവരെന്നെ ഒരിക്കലും വിളിച്ചിട്ടില്ല. പക്ഷേ ഇത് ഏതോ ഒരു പരസ്യത്തിൻ്റെ എന്തോ കാര്യം പറയാനാണ് ഇവർ വിളിച്ചത്. അപ്പോൾ ആ പരസ്യം 2 പരസ്യം ഉണ്ടായിരുന്നു. ഒരു പരസ്യം ഞാൻ ചെയ്തു, ഒരെണ്ണം അവർക്ക് സ്വന്തമായിട്ട് ഡബ് ചെയ്യണം. അത് ഞാനേ പണ്ടേന്ന് സൊന്നേപ്പാ എന്ന് പറഞ്ഞു. ആ ഒരു പരസ്യത്തിനെക്കുറിച്ച് സംസാരിക്കാൻ വിളിച്ച അതേ വ്യക്തി ഈ ഒരു സിനിമ ഞാൻ മുഴുവനും ചെയ്തു എന്നവർക്കറിയാം. അപ്പോൾ ഇതെന്നോട് നിർമ്മാതാവ് രഞ്ജിത്ത് പറഞ്ഞ കാര്യം തന്നെയാണ്. രഞ്ജിത്തിനോട് ഞാൻ വെറുതെ സിനിമ റിലീസാകാത്ത എന്താണ് രഞ്ജി, കുറേ ആയല്ലോ പടം കഴിഞ്ഞിട്ട് എന്ന് ചോദിച്ചപ്പോഴാണ്, അപ്പോൾ എമ്പുരാൻ്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി അത് കുറച്ചും കൂടെ ലേറ്റാവും തോന്നുന്നു. പിന്നെ ചേച്ചിയോട് പറയണം എന്ന് വിചാരിച്ചു. ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോഴാണ് പറയണത്, ഇങ്ങനെ ശോഭന പറഞ്ഞു, ശോഭന തന്നെത്താനെ ഡബ് ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാകും എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി അപ്പോൾ നിങ്ങൾ വോയിസ് മാറ്റിയോ എന്ന് ചോദിച്ചപ്പോൾ, രഞ്ജിത്ത് എന്നോടൊന്ന് പറയണ്ടേ എന്ന് ചോദിച്ചപ്പോൾ, സോറി ചേച്ചി അത് പറയാൻ വിട്ടുപോയി എന്ന് പറഞ്ഞു. ചേച്ചി അങ്ങോട്ട് വിളിച്ചപ്പോഴാണ് പറയുന്നത്, ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു അവിടെയാണ് ചേച്ചിക്കൊന്ന്. അപ്പോൾ ഇവരെന്നെ വിളിച്ചു, ഹേയ് ഭാഗ്യ, ഇത്രയും
இதாகிட்டு என்னோட ஏய் பாகி அது நான் பண்ணுறேன்ப்பா, நீ அந்த வாய்ஸ் பண்ண அப்படின்னு சொன்னாங்க, எனக்கு ரொம்ப இது டப்பிங் பண்ணணும், சொந்தமாக டப்பிங் பண்ணணும் ரொம்ப ആശയെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. ഈ ഡയറക്ടറും പറയണ്ട, പ്രൊഡ്യൂസറും പറയണ്ട, ശോഭനയ്ക്ക് പറയാം. ഇനി ശോഭന പറഞ്ഞില്ലെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാരാണ്? സംവിധായകനാണല്ലോ. അപ്പം അത് പറയാനുള്ളൊരു അത് ഇനി വേറൊരു കാര്യം പറയാം. അപ്പോൾ നമ്മൾ സാധാരണ പണ്ട് മുതലേ ഉള്ളൊരു കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു സിനിമ ഡബ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ തിയേറ്ററിൽ പോകുന്നു, ഡബ് ചെയ്യുന്നു, കുറച്ച് ഡബ് ചെയ്തിട്ട് ഒരു ഇന്നിപ്പോൾ നമുക്കിത് മതി കേട്ടോ, ബാക്കി നമുക്ക് നാളെ ചെയ്യാം എന്ന് പറയും. നമ്മൾ വീട്ടിൽ പോകും, പിറ്റേ ദിവസം അവർ നമ്മളെ വിളിക്കില്ല, വേറെ ആളെ കൊണ്ടായിരിക്കും ഡബ് ചെയ്യുന്നത്, പറയുകയില്ല നമ്മളോട് മാറ്റിയെന്ന്. അത് വിത്തിൻ 1 or 2 റീൽസിൽ അവർ ഡിസൈഡ് ചെയ്യും. ഇതങ്ങനെയല്ലെന്നേ. ഇതാ പോലീസ് സ്റ്റേഷൻ ക്ലൈമാക്സിൽ ഈ അടി കൊള്ളുന്നതും ഈ അലറി വിളിക്കുന്നതും ഇത് മുഴുവനും ചെയ്യിച്ചിട്ട് അത് ഒരു തരം നമ്മളെ അപമാനിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, ഒരു ഇൻസൾട്ട് ചെയ്യുക. ശരിക്കും ഞാനതൊരു ഇൻസൾട്ടിങ് ആയിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. ഹൂ കേസ് ഇവരോടൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്?